ഇന്ന് ഡിസംബർ 18 2023 ഇന്ന് പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. എന്താണെന്നറിയാലോ, ഇന്നാണ് പാലക്കാട് ജില്ലയിലെ ലുലു മാൾ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പാലക്കാട് ജില്ലയിൽ ഉത്സവത്തിന് നാളുകളാണ്. അപ്പം ഇതുവരെ സന്തോഷം ഇല്ല എന്നല്ല പറഞ്ഞത്, ഇനി അങ്ങോട്ട് സന്തോഷത്തിന്റെ അളവ് കുറച്ചുകൂടെ കൂടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അത് സംഭവിച്ചിരിക്കുകയാണ്. ലുലുവിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലുലു ഗ്രൂപ്പ് വളരെ അഗ്രസീവായിട്ട് പല ജില്ലകളിലായിട്ട് ലുലു മാൾ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു ഘട്ടം എന്നോണം നമ്മുടെ പാലക്കാട് ജില്ലയിലെ ലുലു മാൾ ഇന്ന് ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരുപാട് ആളുകൾക്ക് ഈ ഒരു സമയം കൊണ്ട് ജോലി കിട്ടി എന്നുള്ളതാണ്. ഇനിയും ജോലി സാധ്യതകൾ വരാനുള്ള എല്ലാവിധ സാധ്യതകളും നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. കാര്യം ഇത് ലുലു മാളാണ്, ജോലി കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും. അപ്പോൾ ഇനി നമ്മുടെ ലുലു മാളിന്റെ ലൊക്കേഷൻ എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ, പാലക്കാട് ടൗണിൽ നിന്ന് മാറിയിട്ട് കൊച്ചി സേലം നാഷണൽ ഹൈവേയുടെ സൈഡിലായിട്ട് കണ്ണാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ പാലക്കാട് ലുലു മാൾ വരുന്നത് കേട്ടോ. 2 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് നമ്മുടെ പാലക്കാട് ലുലു മാൾ പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോ ലുലു മാൾ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാലോ, നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ് ലുലു. ഹൈപ്പർ മാർക്കറ്റിന്റെ കാര്യം പറയുമ്പോഴേ, നമ്മൾ ഇപ്പം ലുലു മാളിലേക്ക് കയറുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ഷോപ്പുകളുടെ ഒക്കെ മുമ്പിൽ ഇങ്ങനെ വെറുതെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും. പക്ഷെ നമ്മൾ ഈ ഹൈപ്പർ മാർക്കറ്റ് മിസ് ചെയ്തില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ഫുഡ് തന്നെയാണ്. വളരെ ചീപ്പായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളൊക്കെ പൊതുവെ ചെയ്യുന്നത്, ഇപ്പോൾ ട്രിവാൻഡ്രത്താണെങ്കിലും കൊച്ചിയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ചെയ്യുന്നൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ ഹൈപ്പർ മാർക്കറ്റിൽ കയറുന്നു, അവിടെ കറങ്ങി ഇറങ്ങി കുറേ അധികം ഐറ്റംസ് നേരെ നമ്മുടെ കാർട്ടിലേക്ക് എടുത്തിടുന്നു. എന്നിട്ട് നേരെ ബില്ലടിക്കുന്നു. അവിടുന്ന് നമ്മൾ നേരെ മുകളിലേക്ക് പോയിട്ട് ഫുഡ് കോർട്ടിൽ പോയിരുന്നു വളരെയധികം ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നു. അതാണ് ഈ ഹൈപ്പർ മാർക്കറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ, 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് നമ്മുടെ പാലക്കാട് ലുലു മാളിന്റെ ഹൈപ്പർ മാർക്കറ്റ് പണി കഴിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റ് ലുലു മാളിൽ കാണുന്ന പോലെ തന്നെ ഇവിടെയും ഓരോ സെക്ഷൻ വൈസ് നമുക്ക് സാധനങ്ങൾ കാണാനായിട്ട് പറ്റും. അതായത് ഇപ്പം വെജിറ്റബിൾസിന് ഒരു ഏരിയ, ഫ്രൂട്ട്സിന് ഒരു ഏരിയ, അതുപോലെ തന്നെ മീറ്റിന് ഒരു ഏരിയ, അങ്ങനെ കുറെ അധികം ഏരിയകൾ ഇവിടെയും നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത കാര്യം എന്തൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ, ആസ് യൂഷ്വൽ നമ്മുടെ ലുലു ഫാഷൻ സ്റ്റോർ ഉണ്ട്. പിന്നെ നമ്മുടെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലുലുവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലുലു കണക്റ്റ് ഉണ്ട്. ആ സംഭവങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടികളുടെ എന്റർടൈൻമെന്റ് ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഫണ്ടൂറ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. അവരുടെ ഒരു ഗെയിമിംഗ് ഏരിയ നമ്മൾ ഇപ്പോൾ ട്രിവാൻഡ്രം ലുലുവിലും കൊച്ചി ലുലുവും ഒക്കെ നമ്മൾ കണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫണ്ടൂറ എന്ന് പറഞ്ഞ ഏരിയ നമ്മുടെ ഈ ഒരു ലുലു മാളിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തൊരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മുടെ ഈ ഒരു പാലക്കാട് ലുലു മാളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഒരു ട്വിസ്റ്റ് വരുന്നത്. ഞാനൊരു വാക്ക് പറഞ്ഞായിരുന്നു, കംപ്ലീറ്റ് പാക്കേജ്. എന്തോ ഒരു സാധനം മിസ്സിങ് ഇല്ലേ? ഇല്ലേ? യെസ്, ഉണ്ട്. അതാണ് നമ്മുടെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ട് ഉറ്റുനോക്കുന്ന ഇപ്പം ഹൈപ്പർ മാർക്കറ്റും അതുപോലെ ഫണ്ടൂറയും ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഉപരി നമ്മൾ മെയിനായിട്ട് നോക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ തിയേറ്റർ തന്നെയാണ്. അപ്പം ഒരു ലുലു മാൾ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഏതെങ്കിലും ഒരു ബ്രാൻഡ്, PVR ആണ് മെയിനായിട്ട് വരാറുള്ളത്. PVR വരാറുണ്ട്, സിനിപോളിസ് വരാറുണ്ട്. അപ്പോൾ ആ ബ്രാൻഡ് ഏതാണെന്ന് അറിയാനാണ് നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അപ്പം എത്ര സ്ക്രീൻ ഉണ്ട്, അവിടെ ഇനി ഏതെങ്കിലും പുതിയ സ്പെഷ്യൽ ഫോർമാറ്റുകൾ എല്ലാം വരുന്നുണ്ടോ, അതൊക്കെ അറിയാനായിട്ട് നമുക്ക് വളരെയധികം ആകാംക്ഷയുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രം ലുലു മാളിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അത് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ മാളിന്റെ മുമ്പിലും അവിടെ മാളിന്റെ അകത്തൊക്കെ ആയിട്ട് നമുക്ക് PVR സൂപ്പർപ്ലക്സ് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, യെസ്, ഇവിടെ ഒരു തിയേറ്റർ എന്തായാലും ഉടനെ വരും. അങ്ങനെ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കേരളത്തിലെ ആദ്യത്തെ ഐമാക്സ് തിയേറ്റർ നമ്മുടെ ട്രിവാൻഡ്രത്താണ് ഓപ്പൺ ചെയ്തത്. പക്ഷേ നമ്മുടെ പാലക്കാട് ലുലു മാളിന്റെ കാര്യം നോക്കുന്ന സമയത്ത് അവിടെ ആ ഒരു സംഭവം ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കുകൾ നിൽക്കുകയാണ് കേട്ടോ. ഇതുവരെയായിട്ടും തിയേറ്ററിന്റെ അപ്ഡേറ്റുകൾ ഒന്നും വന്നിട്ടില്ല. നമുക്ക് ഒരു തരത്തിലുള്ള ബോർഡോ ഇൻഫർമേഷനോ ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പം മാളിന്റെ പുറത്താണെങ്കിലും അകത്താണെങ്കിലും ഒന്നും കമ്മിങ് സൂൺ, ആ ഒരു തിയേറ്റർ കമ്മിങ് സൂൺ എന്നുള്ള ഒരു ബോർഡ് മിസ്സിംഗ് ആണ്. അപ്പം ഈ ഒരു കംപ്ലീറ്റ് പാക്കേജിനകത്ത് ഈ ഒരു തിയേറ്റർ ഇല്ലാത്തത് വളരെയധികം ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ലുലു അതോറിറ്റീസ് എത്രയും പെട്ടെന്ന് തിയേറ്ററും കൂടെ ഈ ഒരു പാലക്കാട് ലുലു മാളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതൊരു നല്ല കാര്യം തന്നെയാണ്. കാര്യം മികച്ച തിയേറ്ററുകൾ വരുമ്പോൾ ആ നാടിനെ സംബന്ധിച്ചൊരു വളരെ നല്ല കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു മൊത്തത്തിൽ ഒരു പാക്കേജ് ആവുമല്ലോ. ഇപ്പം കുട്ടികൾക്കാണെങ്കിലും ഇപ്പം അതുപോലെ തന്നെ മുതിർന്നവർക്കുള്ള എന്റർടൈൻമെന്റ് ആണല്ലോ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുണ്ട്. പിന്നെ ഫുഡ്, പിന്നെ അതുപോലെ സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ സാധനം വാങ്ങാം, ഡിജിറ്റൽ പ്രോഡക്ട്സ് വാങ്ങണം, ഡിജിറ്റൽ പ്രോഡക്ട്സ് വാങ്ങിക്കാം, ഇനി ഡ്രസ്സ് വാങ്ങിക്കണം, ഡ്രസ്സ് വാങ്ങിക്കാം. അങ്ങനെ എല്ലാം കൂടെ ഒരൊറ്റ കുടക്കയിലാണ് ലുലു മാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യെസ്, അപ്പോൾ അത് എന്തായാലും സംഭവിച്ചിരിക്കുകയാണ്. അപ്പം എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ, ഉടനെ കാണാൻ വരുമായിരിക്കും. വരട്ടെ. അപ്പോൾ ഇന്ന് ഡിസംബർ 18 വൈകിട്ട് 3 മണിയോടുകൂടിയാണ് നമ്മുടെ ലുലു മാള് നമ്മുടെ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും പാലക്കാട് ലുലു മാളിന് എല്ലാവിധ ആശംസകളും. വളരെ ഗംഭീരമായിട്ട് തന്നെ മുമ്പോട്ട് പോകട്ടെ. എന്തായാലും ലുലു മാൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു റഷ് എപ്പോഴും ആ ഒരു മാളിനകത്ത് ഉണ്ടായിരിക്കും കേട്ടോ.
അപ്പോൾ ഈ ഒരു തിയേറ്ററിന്റെ കാര്യം കൂടെ പരിഗണിച്ചായിരുന്നെങ്കിൽ ഒരു നമുക്കൊരു ഒരു എനർജി ആയിരുന്നു. അപ്പോൾ ഇനി ഇതിന്റെ പുറകെ വരാൻ പോകുന്ന ലുലു മാളുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ കോട്ടയം ലുലു മാൾ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കോഴിക്കോട് ലുലു മാൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരിയായിട്ട് ലുലു മാളിന്റെ പ്രൊജക്ടുകൾ ഗംഭീരമായിട്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ. കാര്യം ഒരുപാട് ആളുകൾക്ക് ജോലി സാധ്യത ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഏരിയ അത്രയധികം ഡെവലപ്പ് ആകും എന്നുള്ളതാണ്. സമീപത്തുള്ള റോഡുകളൊക്കെ മെച്ചപ്പെട്ടതാകുമല്ലോ. അതും ഇതിനകത്ത് നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. യെസ്, അപ്പോൾ നമ്മുടെ ലുലു മാളിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.